കമ്മീഷണർ ഇപ്പോൾ ലീനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ നിന്നോട് 10 ബില്യൺ തരുവാനായിട്ട് ഞാൻ പറഞ്ഞതല്ലേ, അതിന്റെ കാര്യം എന്തായെന്ന് കമ്മീഷണറോടായിട്ട് ലീ ചോദിക്കുമ്പോഴത്തേക്കും ഹേക്കാങ് എന്നൊരു വ്യക്തിയുണ്ട്. അയാൾക്ക് പ്രിയപ്പെട്ട അയാളുടെ ബോസിനെ ഞാൻ തടവിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളെ വിട്ടുകിട്ടുവാനായിട്ട് ഹേക്കാങ് ഉറപ്പായിട്ട് 10 ബില്യൺ എനിക്ക് നൽകുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡീലിനെ കുറിച്ചൊക്കെ ലീയുടെ അടുത്തായിട്ടും കമ്മീഷണർ സംസാരിക്കുന്നു. ഇപ്പോൾ ഹേക്കാങ്ങിനെ ലീയും വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും റിസർവ് ഫണ്ടൊക്കെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹേക്കാങ് ചെയ്ത കാര്യമൊക്കെ ലീക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും അതുപോലെ തന്നെ ഹേക്കാങ്ങിന്റെ അടുത്ത് തനിക്ക് വിശ്വാസം തോന്നിയത് കൊണ്ട് തന്നെ ഇത്രയും കാലം സിഒ ചെയ്തിട്ടുണ്ടായിരുന്ന എന്റെ പണമൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ജോലി ഹേക്കാങ്ങിനെ തന്നെ ഏൽപ്പിക്കുകയാണെന്നും ലീയും പറയുന്നു. ലിയും ആദ്യമായിട്ട് ഹേക്കാങ്ങിനൊരു ഡ്യൂട്ടിയൊക്കെ കൊടുക്കുകയാണ്. ഇത്രയും കാലം സിഒ ആയിരുന്നു എന്റെ പണമിടപാടുകളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. ഇനി നീ വേണം അത് ചെയ്യുവാനെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലിയും അവന്റെ അടുത്തായിട്ട് കുറച്ച് പണമൊക്കെ എന്റെ ഗാർഡനിൽ പോയി കളക്ട് ചെയ്തിട്ട് പറയുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഹേക്കാങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അത് ചെയ്യുവാനായിട്ട് പോകുന്ന വഴിക്കായിരുന്നു നാമു അവനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിഒയും സിഒയുടെ ഫാമിലിയും എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയുകയില്ല. അപ്പാർട്ട്മെന്റ് ഒക്കെ പരിശോധിച്ചപ്പോഴത്തേക്കും അവരുടെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലിനെയും സിഒനെയും മാത്രമാണ് കാണാതായിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ സിഒയും ഫാമിലിയും ഇപ്പോൾ ഒട്ടും തന്നെ സേഫ് അല്ല. മാത്രമല്ല ഇതിനെല്ലാത്തിനും പിന്നിൽ ലീ ആകുവാനാണ് സാധ്യത. ലീയുടെ പണമൊക്കെ സൂക്ഷിക്കുന്ന ആളായിട്ട് നിൽക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നാമും ഹേക്കാങ്ങിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ ഗാർഡനിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഹേക്കാങ്ങും ഇതുപോലെ ഒരിടത്തെത്തി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ പേരൊക്കെ വെച്ചിട്ട് ഓരോരോ ചെറിയ ചെറിയ ട്രീസ് ഒക്കെ നട്ടുവെച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ കൂട്ടത്തിൽ സിയോയുടെ പേര് കൂടി കണ്ടിട്ടുണ്ടായിരുന്ന അവനും ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നു. സെക്രട്ടറിയെ കാണുന്ന ഹേക്കാങ്ങും എന്തുകൊണ്ടാണ് ഈ ട്രീസിന്റെ ഒക്കെ ചോട്ടില് ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സെക്രട്ടറിയും ഇവർ നമുക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തവരാണെന്നായിരുന്നു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇപ്പോൾ ഹേക്കാങ്ങിന്റെ കയ്യിൽ 10 ബില്യൺ ആണ് സെക്രട്ടറി ഏൽപ്പിക്കുന്നതും. ഹേക്കാങ് പണമായിട്ട് പോകുന്ന സമയത്ത് സണ്ണും ഹേക്കാങ്ങിനെ കോൾ ചെയ്യുന്നു. ഹേക്കാങ്ങിന്റെ ബോസ് ആയിട്ടുണ്ടായിരുന്ന പാർക്കിന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്. അധികം കാലം ഒന്നും തന്നെ അയാൾ ജീവിച്ചിരിക്കുകയില്ല. കൂടാതെ അയാളുള്ളത് ജയിലിലായത് കൊണ്ട് തന്നെ അയാളെ ചികിത്സയ്ക്കായിട്ട് അയക്കണമെങ്കിലോ അല്ലെങ്കിൽ അയാളെ പുറത്തിറക്കണമെങ്കിലോ ഈ ഒരു 10 ബില്യൺ തനിക്ക് ആവശ്യമായിട്ടുണ്ടെന്നും അത് എത്രയും വേഗം കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ തന്നെ അവനെ പുറത്ത് അയക്കാമെന്നുമാണ് സൺ പറയുന്നത്. ഹേക്കാങ്ങിന് 10 ബില്യൺ ഉണ്ടെങ്കിൽ ബോസിനെ പുറത്തിറക്കുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം എല്ലാം തന്നെ ലീ മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു അവന്റെ കയ്യിൽ 10 ബില്യൺ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊരു ടെസ്റ്റ് തന്നെയാണ് ലീ നടത്തുന്നത്. പണം എത്രയും വേഗം എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പാർക്കിനെ ഇപ്പോൾ സൺ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പണമൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഹേക്കാങ്ങും ഇതുപോലെ ബുക്ക് വരച്ചൊരു പെയിന്റിങ് ശ്രദ്ധിക്കുന്നു. ആ ഒരു പെയിന്റിങ്ങിൽ അവരുടെ തന്നെ ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ലീ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാതിരുന്നത് കൊണ്ടായിരുന്നല്ലോ സിയോനെ ലീ അപകടത്തിലൊക്കെ പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സിയോയുടെ ഫാമിലി പോലും എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയിക്കില്ല. സോ ഇപ്പോൾ താനും ലീക്ക് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്റെ ഫാമിലി തന്നെ ഇല്ലാതാകുമെന്നും എല്ലാവർക്കും തന്നെ അപകടം സംഭവിക്കുമെന്നുമുള്ള കാര്യം ഹേക്കാങ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവനും നേരെ സണ്ണിനെ ചെന്ന് കാണുകയാണ്. ഹേക്കാങ് പറഞ്ഞതുപോലെ 10 ബില്യൺ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ സണ്ണും ഇപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ജയിലിലേക്ക് തന്നെ മാറ്റുന്നതായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് അധികം കാലം ഇനി ജീവിച്ചിരിക്കുവാൻ പോലും സാധിക്കുകയില്ല. മാത്രമല്ല 3 മാസത്തെ കാലാവധിയൊക്കെ ആയിരുന്നല്ലോ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെയായിട്ടും ആ ഒരു 3 മാസം ആയിട്ടില്ല. സോ അവന്റെ ജീവനൊക്കെ നിലനിർത്തേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമാണെന്ന് ഹേക്കാങ്ങും സണ്ണിനോട് പറയുന്നു. സോ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള പാർക്കിനെയൊക്കെ കണ്ടിട്ട് എത്രയും വേഗം പാർക്കിനെ പുറത്തിറക്കുവാനായിട്ട് താൻ ശ്രമിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഹേക്കാങ്ങും പോകുന്നു. കൂടാതെ ഹേക്കാങ് കൃത്യമായി തന്നെ പണം ഏൽപ്പിക്കേണ്ടടുത്ത് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിവരമൊക്കെ സെക്രട്ടറി അറിഞ്ഞിട്ട് സെക്രട്ടറി അത് ലീനെ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും ഹേക്കാങ് സാധാരണ വ്യക്തികളെ പോലെ ഒന്നുമല്ല, കുറച്ചുകൂടി വലിയ രീതിക്കാണ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹേക്കാങ്ങിന് എന്റെ പണം സൂക്ഷിപ്പുകാരനാക്കുവാനായിട്ട് ഞാനും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ലിയും പറയുന്നു. ഇപ്പോൾ തന്നെ റിസർവ് ഫണ്ടൊക്കെ ഇരട്ടിയാക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സോ ഇതൊക്കെ നിനക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൂടാതെ നിന്റെ പണം സൂക്ഷിപ്പുകാരനായിട്ട് കൂടി ഞാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഫീസ് ഒക്കെ നീ തരേണ്ടതായിട്ട് വരുമല്ലോ. എനിക്ക് ഒരു 10 ബില്യന്റെ ആവശ്യമുണ്ട്. നീയും ആ പണമൊക്കെ തരികയാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ കൂടുന്നതായിരിക്കുമെന്നാണ് ഹേക്കാങ്ങും ലിയോട് പറയുന്നത്. ലിയും അത് സമ്മതിക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഹേക്കാങ്ങിന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കൊടുക്കുകയാണ് ഫാമിലിയും. സോ അവൻ ഒരുപാട് ഹാപ്പി ആകുന്നു. ട്രൂവാലി അപ്പാർട്ട്മെന്റിന്റെ അകത്ത് തന്നെ ജിമ്മും അതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതിന്റെ അകത്തെല്ലാം തന്നെ കയറണമെങ്കിൽ ഇവരുടെ തന്നെ ഒരു കാർഡൊക്കെ യൂസ് ചെയ്യണം.
അങ്ങനെ ഇരിക്കെ അമ്മമാരുടെ കൂട്ടത്തിലെ ഒരമ്മ ഇവരുടെ തന്നെ ട്രുവാലെ അപ്പാർട്ട്മെന്റിൽ ഒന്നും താമസിക്കാത്ത രണ്ട് വ്യക്തികൾ ഈ ഒരു കാർഡൊക്കെ യൂസ് ചെയ്ത് അകത്ത് കയറുന്ന കാഴ്ച കാണിക്കുകയാണ്. മാത്രമല്ല, ഇത് ശരിക്കും മറ്റൊരാളുടെ കാർഡാണ്. അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവർക്ക് കൊടുത്തതാണ്. അതായത് ശരിക്കും മെയിന്റനൻസ് ഫീസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരല്ല ഇത് യൂസ് ചെയ്യുന്നത്. പകരമായിട്ട് അവർ ആർക്കെങ്കിലും ഈ കാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വെളിയിൽ നിന്നുമുള്ള ആൾക്കാർക്ക് പോലും ട്രുവാലെ അപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു അമ്മ ഇപ്പോൾ ബാക്കിയുള്ള അമ്മമാരുടെ അടുത്തും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോൾ ഇരട്ടിയായിട്ടൊക്കെ മെയിന്റനൻസ് ഫീസ് കൊടുക്കുന്നതല്ലേ. അങ്ങനെ ഇരിക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട വസ്തുക്കളൊക്കെയാണ് ബാക്കിയുള്ളവർ വെറുതെ വന്ന് ഉപയോഗിച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ അതിന്റെ പരാതിയൊക്കെ പറയുമ്പോഴത്തേക്കും റോയിയുടെ അമ്മയും ഇത് വളരെ സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നു. ലീം ഇപ്പോൾ മാനേജറിനെയും ഹാരിയുടെ ചേച്ചീനെയും അതുപോലെ തന്നെ ഹെഗാങ്ങിനെയും കൂട്ടിയിട്ട് ഒരു ഡിന്നർ ഒക്കെ നടത്തുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ എല്ലാവരും ഇനിയൊരു ടീമായിട്ടായിരിക്കും പ്രവർത്തിക്കാനായിട്ട് പോകുന്നതെന്ന് ലീ പറയുമ്പോഴത്തേക്കും ഹാരിയുടെ ചേച്ചിക്ക് ഇതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഹേഗാങ്ങും മാനേജറിന്റെ അടുത്ത് ലീയുടെ കീഴിൽ നിങ്ങൾ എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ വർക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങിയ സമയം തൊട്ട് ലീയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെന്ന കാര്യമെല്ലാം തന്നെ മാനേജറും തുറന്നു പറയുന്നു. ഹാരിയുടെ ചേച്ചിയും നീ ഇതുപോലെ ലീയുടെ കൂടെ നിൽക്കുന്ന കാര്യം നിന്റെ ഫേക്ക് ആയിട്ടുള്ള ഫാമിലിക്ക് അറിയാമോ? എന്തായാലും ഇവിടം കൊണ്ട് ഇതെല്ലാം തന്നെ നിർത്തുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ പോകുന്നു. പിന്നീട് വീട്ടിലെത്തിയ ചേച്ചിയും ഹാരിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഹേഗാങ് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വല്ലതും നിനക്ക് അറിയാമായിരുന്നു എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കും ഇതുപോലെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ല എന്ന സത്യം ചേച്ചിയും മനസ്സിലാക്കുന്നു. അപ്പാർട്ട്മെന്റിൽ നടന്ന എല്ലാ അഴിമതികളുടെയും കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഒക്കെ ഇപ്പോൾ ചേച്ചിയുടെ കയ്യിലുണ്ട്. അതായത് എന്തെങ്കിലും രീതിക്കുള്ള കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫേക്ക് ആയിട്ടുള്ള തുകയൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിൽ എത്ര രൂപയാണ് ചെലവാക്കിയത്, എത്ര രൂപയാണ് സിയോയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ചേച്ചി വ്യക്തമായിട്ട് എഴുതിയിട്ട് ആ ഒരു ബുക്ക് ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള അക്കൗണ്ടിങ്ങിലെ ഒരാൾക്ക് നമ്മൾ ഫേക്ക് ഫാമിലി ആണെന്നുള്ള കാര്യമൊക്കെ അറിയാം. അവൾ എങ്ങനെയാണ് അത് അറിഞ്ഞോന്നൊന്നും എനിക്ക് അറിയുകയില്ലെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ അവൾക്ക് പിടികൊടുക്കാനായിട്ട് പാടില്ല. എത്രയും വേഗം പണവുമായിട്ട് നമ്മൾ മുങ്ങേണ്ടതായിട്ടുണ്ട് എന്ന് ഹേഗാങ്ങും ടീമിനോട് പറയുന്നു. ട്രുവാലെ അപ്പാർട്ട്മെന്റിന്റെ അകത്തുള്ളവർ മാത്രം യൂസ് ചെയ്യേണ്ട പല ഫെസിലിറ്റീസും ബാക്കിയുള്ളവർ കൂടി ഉപയോഗിക്കുന്നു എന്നൊരു വാർത്തയൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹേഗാങ്ങും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു. സോ ഇപ്പോൾ ചിന്നും ഇവിടെ ആരൊക്കെ പ്രവേശിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നും അവരുടെ അപ്പാർട്ട്മെന്റിലുള്ളവരല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് ഏത് കാർഡാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് കണ്ടെത്തിയിട്ട് ആ കാർഡിന്റെ ഓണേഴ്സ് ആണ് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അവരെ എക്സ്പോസ് ചെയ്യുവാനായിട്ടായിരുന്നു അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആരൊക്കെയാണോ ഇതുപോലെ ഫേക്ക് ആയിട്ട് കാർഡ് മറ്റുള്ളവർക്ക് കൊടുത്ത് ഉപയോഗിക്കുന്നത് അവരെ കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം. സോ ജിന്നും അതിനുവേണ്ടി ശ്രമിക്കുന്നു. സിയോയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ ഹേഗാങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവരും ഇതുപോലെ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന വെളിയിൽ നിന്നുമുള്ള ആൾക്കാരുണ്ടെന്നുള്ള വാർത്തയൊക്കെ അറിഞ്ഞത്. സോ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് മാനേജ്മെന്റ് ഓഫീസിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു സ്റ്റാഫിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു കോളൊക്കെ അവരും കേൾക്കുന്നത്. അതായത് കാർഡൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് അപ്പാർട്ട്മെന്റിന്റെ നമ്പറൊക്കെ പറയുമ്പോഴത്തേക്കും അത് രണ്ടും റെന്റൽ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു. സോ സ്റ്റാഫും ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇതുപോലെ റെന്റിന് താമസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഫെസിലിറ്റീസ് എല്ലാം തന്നെ മിസ്യൂസ് ചെയ്യുന്നത്. സോ ഇവരെ ആരും വെറുതെ വിടുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ഹേഗാങ്ങിനെ താഴെ ഇറക്കുവാനായിട്ടുള്ള ഒരു വഴിയായിട്ടൊക്കെ റെപ്രസെന്റേറ്റീവ്സും കാണുന്നു.